വിവിധങ്ങളായ മേഖലകളിൽ, പ്രധാനമായും ചാരിറ്റി മേഖലയിൽ, അതുപോലെ തന്നെ പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ അത് തുടരുന്നതിൽ, ഇങ്ങനെ അലൂമിനികളുടെയൊക്കെ ഒരു പ്രത്യേകത എന്നുള്ളത് അതാണ്, കമ്മ്യൂണിക്കേഷൻ തുടരുക എന്നുള്ളതാണ്. കാരണം ഒരുപാട് കാലം ഒരുമിച്ച് പഠിച്ചവർ, ഒരുമിച്ച് കിടന്നുറങ്ങി പഠിച്ചവർ, അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് ഓർമ്മകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. വിദ്യാർത്ഥി ജീവിതം എന്നുള്ളത് അങ്ങനെയാണ്. മനുഷ്യർക്ക് എല്ലാവർക്കും പ്രധാനമായും ഓർക്കാനുണ്ടാകുക പഠിക്കുന്ന കാലത്തെ ഓർമ്മകളാണ്. ബാക്കിയുള്ള ഓർമ്മകളൊക്കെ ഔദ്യോഗികമായിട്ടുള്ള ഓർമ്മ. ഇപ്പോൾ ഫാറൂഖിനെ പോലെ വലിയ ബിസിനസ് മേഖലയിൽ കൈകാര്യം ചെയ്യുന്നവർ, അതുപോലെ തന്നെ പൊതുമേഖലയിൽ കൈകാര്യം ചെയ്യുന്നവർ, സാധാരണ ബിസിനസ്സുകാർ, അപ്പോൾ സംബന്ധമായിട്ടുള്ള ഓർമ്മ ഒക്കെ പറഞ്ഞാൽ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു ഓർമ്മയായിരിക്കും. അത് സമയത്തിനും സന്ദർഭത്തിനും ഒക്കെ അനുസരിച്ചുള്ള ഓർമ്മകളാവും. എന്നാൽ പഠിക്കുന്ന കാലത്ത് ഓർമ്മകൾ അറിയുമ്പോൾ അത് എന്നും നിലനിൽക്കുന്ന ഓർമ്മയാണ്. അതാരെയും ബോധ്യപ്പെടുത്താനുള്ള ഓർമ്മയല്ല, അത് ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെ കഴിഞ്ഞു പോയിട്ടുള്ള നല്ല അനുഭവങ്ങളുടെ ഓർമ്മകളാണ്. ചിലപ്പോൾ വിദ്യാർത്ഥി ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങളുണ്ടാവും, പക്ഷെ അത് നമ്മൾ ഓർമ്മിക്കുന്നു എന്നുള്ളതാണ്. വിദ്യാർത്ഥി ജീവിതത്തിലെ കയ്പ് എന്ന് പറയുമ്പോൾ പിന്നെ മധുരിക്കുന്ന ഓർമ്മകളാവും. ചിലപ്പോൾ ഉസ്താദിൻ്റെ ഇരുന്ന് അടിയിട്ടി ഓർമ്മയാവും, ഉസ്താദ് ചീത്ത പറഞ്ഞ ഓർമ്മയാവും, മാഷായിരുന്നും ടീച്ചറിൽ അടിയും ചീത്തയൊക്കെ കേട്ട ഓർമ്മകളാവും. അപ്പം നമുക്ക് കയ്പായി തോന്നുമെങ്കിലും പിന്നീട് അത് മധുരമായി മാറും. പ്രിയപ്പെട്ട നമ്മുടെ സുലൈമാൻ നേതൃത്വത്തിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്ലാസ് നമുക്ക് കിട്ടാമെന്ന് നമുക്ക് എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുക. എന്നാൽ കയ്യടിച്ചോളി. കയ്യടിക്കപ്പോൾ ഹലാലാണ്. വിദ്യാർത്ഥി ജീവിതത്തിൽ ആ കാലത്ത് ചിലപ്പോൾ കുട്ടികൾ തമ്മിൽ അടിപിടിയോ ഉണ്ടാവും, കരച്ചിലും പിടിച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതപ്പോൾ കയ്പാണെങ്കിലും പിന്നീടൊക്കെ നമുക്ക് മധുരിക്കുന്ന ഓർമ്മകളായിട്ട് മാറും എന്നുള്ളതാണ്. അപ്പോൾ ആ മധുരിക്കുന്ന ഓർമ്മകളുടെ പങ്കുവെപ്പാണ് ഓരോ അലൂമിനിയും. ഇന്നിപ്പോൾ എല്ലാ സ്ഥാപനങ്ങളും അലൂമിനി നടത്തുന്ന എല്ലാ സ്ഥാപനവും, ഞാനിപ്പോൾ മലപ്പുറം കോളേജിൽ ഞങ്ങൾ അലൂമിനി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുണ്ട്. അവിടെ അന്ന് ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് പ്രീ ഡിഗ്രിയാണ്. ഇപ്പോഴത്തെ പ്ലസ് ടുവിൻ്റെ പ്രീ ഡിഗ്രിയാണ്. ഡിഗ്രീൻ്റെ മുമ്പ് പ്രീ ഡിഗ്രി 2 വർഷം ഉണ്ടാവും. അപ്പോൾ അതിലോരോ ഗ്രൂപ്പുകളായിട്ടുണ്ട്. ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, തേർഡ് ഗ്രൂപ്പ്, ഫോർത്ത് ഗ്രൂപ്പ് എന്നുള്ള കോമേഴ്സ്, മാത്സ് ഗ്രൂപ്പ്, പിന്നെ സയൻസ് ഗ്രൂപ്പ്, ഹിസ്റ്ററി ഗ്രൂപ്പ്, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിലെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള ക്ലാസ്സുകളുണ്ടാവും. ആ ക്ലാസ്സിൻ്റെ അലൂമിനികൾ നടക്കാറുണ്ട്. ഞാനത് സെക്കൻഡ് ഗ്രൂപ്പായിരുന്നു, സയൻസ് ഗ്രൂപ്പായിരുന്നു മലപ്പുറം ഗവൺമെൻറ് കോളേജിൽ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ വളരെ കോളേജിൽ വളരെ സജീവമായ ഗ്രൂപ്പ് അതാണ്. അവർ അലുമിനി ഭംഗിയായിട്ട് കൊണ്ട് നടക്കാറുണ്ട്, ഇടയ്ക്ക് ടൂറ് പോകാറുണ്ട്, ഓരോരോ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. അതിൽ പാടാൻ കഴിവുള്ളവർ, പ്രസംഗിക്കാൻ കഴിവുള്ളവർ, എഴുതാൻ കഴിവുള്ളവർ, കവിത എഴുതാൻ കഴിവുള്ളവർ, അവരൊക്കെ ഉണ്ട്. അവരൊക്കെ ഇപ്പം ഗ്രൂപ്പുകളിലൂടെ അതൊക്കെ പങ്കുവെക്കാറുണ്ട്. എനിക്കൊരു വിഷമം എന്താ വെച്ചാൽ അവർ ഇടയ്ക്കിടയ്ക്ക് ടൂറ് പോകുന്നുണ്ട്, എനിക്കതിന് പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. അതാണ് വലിയ വിഷമം. അവർ ടൂറൊക്കെ പോയിട്ട് അതിൻ്റെ ഫോട്ടോസും മറ്റൊക്കെ തന്നെ മീഡിയയിൽ പങ്കുവെക്കും. എന്നാലും ആ ഒരു കാഴ്ച എന്നുള്ളത്, ഫോട്ടോയിലൂടെ പങ്കുവെക്കുന്നതാണെങ്കിലും ആ ഒരു കാഴ്ച എന്നുള്ളത് നമുക്ക് വലിയ സന്തോഷം പകരുന്ന കാര്യമാണ്. നമ്മുടെ ആ ചെറുപ്പകാലത്തിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റും. ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ കുറച്ച് സമയത്ത് നമുക്ക് മാറി നിൽക്കാൻ പറ്റും. ഈ തിരക്കുകൾക്കിടയിലും നമുക്ക് ഒരു പോസിറ്റീവ് എനർജി ഇടയ്ക്ക് കിട്ടണമല്ലോ. മേൽപ്പത്തൂർ ആ കാര്യമൊക്കെ വളരെ വിശദമായിട്ട് ഇവിടെ പറയാതിരിക്കുകയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട്
മൂപ്പര് ഇരുത്തിക്കൊണ്ടെന്ന് പറയുമ്പോൾ മോശമാണ്. ഒരു പോസിറ്റീവ് എനർജി എപ്പോഴും നമുക്ക് വേണം. ചില ഓർമ്മകൾ നമുക്ക് പോസിറ്റീവ് എനർജി തരുന്ന ഓർമ്മകളാണ്. ഇപ്പം ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ അന്ന് ചേളാരിയിലായിരുന്നു ഞങ്ങൾ പഠിച്ചിരുന്നത്. അത് നിങ്ങളിൽ പലരും ഇപ്പോൾ വെളിമുക്കിലായിരിക്കും പഠിച്ചിട്ടുണ്ടാകുക. വെളിമുക്കിലെ ക്യാമ്പസിൽ ചേളാരിയിൽ ഞങ്ങൾ പഠിച്ച ബിൽഡിംഗ് തന്നെ ഇപ്പോൾ പോയി, ഹൈവേക്ക് പൊളിച്ചു പോയി. ചേളാരി തന്നെ അത് ആകെ മാറിയിരിക്കുന്നു. ചേളാരിയുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു എന്നാണ് ഇപ്പം എനിക്ക് അതിലൊക്കെ പോകുമ്പോൾ തോന്നാറുള്ളത്. ആ പ്രദേശം തന്നെ 2 ഭാഗമായിട്ട് വിഭജിക്കപ്പെട്ടു. പക്ഷെ എന്നിരുന്നാലും ഞങ്ങൾക്കൊക്കെ ആ ഓർമ്മ വലിയ ഓർമ്മയാണ്. ഞാൻ ചിലപ്പോൾ പലപ്പോഴും നമ്മുടെ പലരൊക്കെ ഇൻ്റർവ്യൂ ഒക്കെ എടുക്കാൻ വരുമ്പോൾ അവരിങ്ങനെ ചോദിക്കാറുണ്ട് കുട്ടിക്കാലത്തെ പഠനത്തെക്കുറിച്ച്, നമ്മുടെ ഉമ്മയെക്കുറിച്ച്, വാപ്പയെക്കുറിച്ച്, അങ്ങനെയൊക്കെ ചോദിക്കുമല്ലോ. ഞാൻ ഉമ്മയെക്കുറിച്ചുള്ള ചോദ്യത്തിൽ ഞാൻ പറയാറുണ്ട്, പലപ്പോഴും പങ്കുവെക്കാറുണ്ട്, ഉമ്മയുടെ കത്തുകളാണ്. ക്രസൻറ്റിൽ പഠിക്കുമ്പോൾ ആഴ്ചയിലൊരു കത്തെങ്കിലും വരും. ഉമ്മ ആ കാലത്ത് മൊബൈലൊന്നും ഇല്ലല്ലോ, മെസ്സേജ് അയക്കണ പരിപാടി ഒന്നും അന്നില്ലല്ലോ, മൊബൈലില്ല, വാട്സാപ്പില്ല, ഒന്നുമില്ല. കത്തയക്കലാണ്. അന്ന് ഗൾഫിൽ നിന്നുള്ള കത്തുകളൊക്കെ ധാരാളം. കാരണം കുറേ ഗൾഫുകാർ കുട്ടികളും രക്ഷിതാക്കളൊക്കെ ഗൾഫിലുള്ളവരൊക്കെ ഉണ്ട്. ഇപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ കത്തുകൾ വരികയാണ്. അന്ന് കത്ത് പാട്ട് എന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു, അതൊക്കെ നിങ്ങളിപ്പോൾ കേൾക്കുന്നുണ്ടാവും, സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടല്ലോ കത്തുപാട്ടുകൾ. അപ്പോൾ ഏതായാലും അന്ന് കത്തുകളിലൂടെയാണ് നമ്മുടെ ബന്ധവും ആശയങ്ങളൊക്കെ കൈമാറിയിരുന്നത്. എനിക്കറിയാം, എൻ്റെ ജ്യേഷ്ഠൻ ശിഹാബ്ദങ്ങൾ അറിയാലോ. ശിഹാബ്ദങ്ങൾ വലിയ തിരക്കുള്ള ആളാണല്ലോ. പക്ഷെ എന്നാലും ശിഹാബ്ദങ്ങൾ അദ്ദേഹത്തിന് കിട്ടുന്ന ഓരോ കത്തിനും മറുപടി അയക്കാറുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അന്നൊക്കെ ഗൾഫിൽ നിന്നാണ് അധികം കത്തുകൾ വരിക. അന്ന് എയർമെയിൽ എന്നതിന് പറയാം. സാധാരണ നമ്മൾ ഇന്ത്യയിലുള്ള മെയിലിന്, ഇന്ത്യയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്ന ആ കവറിനേക്കാളും കുറച്ച് വലുപ്പം ഉണ്ടാവും, കുറച്ച് കളർഫുള്ളാവും. അതിൽ കുറച്ച് അധികം പൈസേൻ്റെ സ്റ്റാമ്പ് ഒട്ടിച്ചിട്ടാണ് ആ കത്തയക്കുക. എയർമെയിൽ എന്നതിന് പറയാം. മെയിൽ വിമാനത്തിൽ കൂടി പോകുന്നതുകൊണ്ടാവും എയർമെയിൽ എന്ന് പറയണത്. അപ്പോൾ ശിഹാബ്ദങ്ങൾ ഏത് തിരക്കുണ്ടെങ്കിലും ഈ വരുന്ന കത്തിനൊക്കെ അദ്ദേഹം മറുപടിയാകും. പരിപാടിയൊക്കെ കഴിഞ്ഞ് രാത്രി വീട്ടിലെത്തുമ്പോൾ, എൻ്റെ വീട് പാണക്കാട് കൊടുപ്പനക്ക് കണ്ടിട്ടുണ്ടാവും പലരും. അവിടെ വട്ടമേശയുണ്ട്, ശിഹാബ്ദങ്ങളൊക്കെ ഇരുന്നിരുന്നൊരു മേശയാണ്. അപ്പോൾ അദ്ദേഹം രാത്രി വൈകി വന്നാലും ആ മേശപ്പുറത്തിരുന്ന് ഈ കത്തുകൾക്കൊക്കെ മറുപടി എഴുതുന്ന പരിപാടിയാണ് മൂപ്പർക്ക് ഉണ്ടാവുക. ഓരോ കത്തും വായിക്കും. കാരണം അത് വേദന മുറ്റിയ കത്തുകളാവും. ഇന്നത്തെ പോലെ ഗൾഫിൽ നിന്ന് ആഴ്ചക്ക് വരാൻ പറ്റില്ല. ഇന്നിപ്പോൾ അങ്ങനെയാണല്ലോ, മാസത്തിൽ വരും, അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ 3 മാസം കൊണ്ട് നാട്ടിൽ വരാമല്ലോ. ഈസി ആയിട്ട് വരാനും പോകാൻ പറ്റും, യാത്രാ സൗകര്യങ്ങളുണ്ട്. ഇപ്പോൾ കൂടുതൽ നല്ല ജോലിയും സൗകര്യവും സാലറിയൊക്കെയാണ് ഇപ്പോൾ ഇന്നുള്ളത്. എന്നാൽ അന്നത്തെ കാലത്ത് അതല്ല. വീട്ടിൽ നിന്ന് പോയാൽ 2-3 കൊല്ലം കഴിഞ്ഞിട്ടാണ് മക്കളെയും ഭാര്യയും കുട്ടികളെയും ഉമ്മാനെയും പാപ്പാനെയൊക്കെ കാണാൻ പറ്റുക. ജോലി വളരെ വിഷമമുള്ള ജോലിയായിരിക്കും. അപ്പോൾ അവരുടെ ആ വിഷമങ്ങളായിരിക്കും കാക്കാനുമായി ശിഹാബ്ദങ്ങളുമായിട്ടൊക്കെ അവർ പങ്കുവെക്കുക. അപ്പം ആ വിഷമങ്ങൾക്ക് കാക്കാൻ്റെ ശൈലിയിലുള്ള മറുപടിയും അതിനുള്ള പരിഹാരവും അവരാശ്വസിപ്പിക്കുന്ന വാക്കുകളൊക്കെ ആയിരിക്കും കത്തിലുണ്ടാവുക. അപ്പോൾ അതിന് അദ്ദേഹം പ്രത്യേകം സമയം കണ്ടു. ഈ കത്തൊക്കെ അയക്കുക എന്നുള്ള എൻ്റെ ചുമതലയായിരുന്നു. ഈ കത്ത് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയിട്ടുണ്ടല്ലോ, പോസ്റ്റ് ബോക്സിൽ കൊണ്ടുപോയിട്ടുണ്ടോ, തപ്പാൽപ്പെട്ടി. ഇന്നത്തെ കുട്ടികൾക്ക് അറിയുമെന്ന് അറിയില്ല തപ്പാൽപ്പെട്ടി. തപ്പാൽപ്പെട്ടി കണ്ടവരുണ്ടോ? ആ ചെറിയ കുട്ടിയോടെ ചോദിക്കുന്നത്. ഒരു നോട്ടം കണ്ടിട്ടുണ്ടാവില്ലേ? ഞാൻ കോളേജിൽ പോകുന്ന സമയത്ത് മലപ്പുറത്ത്, അവിടെ മലപ്പുറം കോട്ടപ്പടിയിൽ പോസ്റ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അവിടെ തപാൽ പെട്ടിയും സ്റ്റാമ്പ് വാങ്ങി ഒട്ടിച്ച് പോസ്റ്റ് ഓഫീസും ഒക്കെ അടുത്തടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഇത് ഒട്ടിച്ച് സ്റ്റാമ്പ് ഒട്ടിച്ച് അത് അയക്കേണ്ട ചുമതല എനിക്കാണ്. ഞാൻ കോളേജിൽ പോകുമ്പോൾ എൻ്റെ അടുത്ത് തരും, സ്റ്റാമ്പിനുള്ള പൈസയും തരും. ചിലപ്പോൾ മുഴുവൻ പൈസ തരില്ല, ഞാൻ പിന്നെ ഇസ്കലാണ്.
മുഴുവൻ പൈസ തരാത്ത വേറെ ഒന്നുമില്ല, ഫുക്കറ തിരക്കിൻ്റെ അടിയിൽ കൂടിയാ കൈമുള്ള പൈസ അടിച്ച് തരലാണ്. അപ്പം ഇത് പൊട്ടിച്ചയക്കുന്ന അതൊക്കെ ഒരു ഓർമ്മയാണ്, വിദ്യാർത്ഥി ജീവിതകാലത്തിലെ ഓർമ്മകളാണ്. അപ്പം ഞാൻ യഥാർത്ഥ കഥയിലേക്ക് വരികയാണ്. അപ്പം ഞാനിപ്പോൾ ക്രസൻറ്റിലാവുമ്പോൾ എൻ്റെ ഉമ്മയുടെ കത്ത് വരും, എല്ലാ ആഴ്ച ഓരോ കത്തെങ്കിലും ഉണ്ടാവും. അവിടെ തേഞ്ഞിപ്പലം പോസ്റ്റ് ഓഫീസ്, അവിടുന്ന് ഒരു പോസ്റ്റ്മാൻ ഉണ്ട്, അറിയായിരിക്കും, അയാളുടെ പേരൊന്നും എനിക്കറിയില്ല. അയാളാണ് എല്ലാ കുട്ടികൾക്കുള്ള കത്തുകളൊക്കെ കൊണ്ടുവരിക. പലവർക്കും ഗൾഫിൽ നിന്നൊക്കെ വരുന്ന കത്തുകളൊക്കെ ഉണ്ടാവും, ഗൾഫിലെ രക്ഷിതാക്കളും കുട്ടികൾക്ക് അയക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട അന്നത്തെ കത്തിൻ്റെ ശൈലി അങ്ങനെയാണ്. എൻ്റെ പ്രിയപ്പെട്ട മകൻ സാദിഖ് അറിയുവാൻ സുഖമെന്ന് വിശ്വസിക്കുന്നു, ഇവിടെ എല്ലാവർക്കും സുഖമാണ്. കത്തിൻ്റെ ഒരു ശൈലി അങ്ങനെ, പൊതുവെ എല്ലാവരും അങ്ങനെ എഴുതല്. പിന്നെ വീട്ടിലെ വിശേഷങ്ങളും മറ്റുമൊക്കെ എഴുതും. അപ്പോൾ എനിക്ക് ഈ കത്ത് വായിക്കുമ്പോഴേക്ക് കരച്ചിൽ വരും. അങ്ങനെയാണ്, ഉമ്മാൻ്റെ കത്താണല്ലോ. ഉമ്മാൻ്റെ കത്താവുമ്പോൾ അത് വായിക്കുമ്പോഴേക്ക് കരച്ചിൽ വരും, ഉമ്മാൻ്റെ ഓർമ്മവും ആരും കാണാതെ കരയും, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ മറുപടി അയക്കും, അവിടെ ഓഫീസിൽ കൊടുക്കും, ഓഫീസിൽ നിന്നാണ് അത് പിന്നെ അയക്കുക. ഇല്ലൻ്റെ കൂട്ടിച്ചിട്ട് അല്ലെങ്കിൽ കവറിൽ പേപ്പറിൽ എഴുതിയിട്ട് കവറിലിടും, അല്ലെങ്കിൽ ഇല്ലൻ്റിൽ എഴുതിയിട്ട് നമ്മുടെ ക്രസൻറ്റിലെ ഓഫീസിൽ കൊടുക്കും. അവരാണ് സ്റ്റാമ്പ് പൊട്ടിച്ച് അത് അയക്കാറുള്ളത്. അപ്പോൾ വിദ്യാർത്ഥി ജീവിതത്തിലെ ഓർമ്മകൾ, ആ ഓർമ്മകൾ നമുക്ക് പിന്നീട് അങ്ങനെ നമ്മുടെ മനോമുഖരത്തിൽ വരുമ്പോൾ അന്ന് നൽകുന്ന പ്രതീക്ഷയാണ്. വിദ്യാർത്ഥി ജീവിതത്തിൽ എപ്പോഴും പ്രതീക്ഷയാണല്ലോ ഉണ്ടാവുക. അപ്പോൾ ആ പ്രതീക്ഷ എന്നുള്ള പോസിറ്റീവ് എനർജി അത് വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ഇതുപോലെയുള്ള സംഗമങ്ങളിലൂടെ, കൂട്ടായ്മകളിലൂടെ കഴിയും. അന്നത്തെ കുസൃതികൾ, കുട്ടികൾ തമ്മിലുണ്ടാകുന്ന കുസൃതികളൊക്കെ നമുക്ക് ഓർക്കുമ്പോൾ ഒക്കെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ അന്നും നമ്മൾ ടൂറ് പോകാറുണ്ട്. ഞങ്ങളാ കാലത്ത് ടൂറ് ഉസ്താദ് ഉണ്ടാകുന്നുണ്ട്, മൈസൂർക്ക് പോവും, ബാംഗ്ലൂർക്ക് ആണ് പോവും, അല്ലെങ്കിൽ വയനാട്ടിൽ അല്ലെങ്കിൽ മലമ്പുഴ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെയാണ് പോവുക. യൂണിവേഴ്സിറ്റിയിലെ ബസ്സാണ് അതിന് നമുക്ക് കിട്ടാറുള്ളത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ബസ്സാണ് പിടിക്കുക. അവിടെ രാജൻ എന്നൊരു ഡ്രൈവറുണ്ട്, അയാളാണ് ഡ്രൈവറായിട്ടുണ്ട്. അപ്പം നമ്മൾ കുട്ടികളൊക്കെ അന്ന് തൊപ്പിയിടുമല്ലോ, ക്രസൻറ്റിൽ അന്ന് കറുത്ത തൊപ്പി ഉണ്ടായിരുന്നു. ഡ്രൈവർ രാജൻ വന്നൊരു തൊപ്പിയിടും, കറുത്ത തൊപ്പിയിട്ട് രാജൻ തൊപ്പിയിട്ടാൽ പിന്നെ രാജൻ വേറെ അല്ല ഒരു മുസ്ലിമിനെ പോലെ നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ രാജൻ കാക്കാന്നാ പിന്നെ കുട്ടികൾ മുപ്പേ വിളിക്കുക തൊപ്പിട്ട് കഴിഞ്ഞാൽ. അത് അല്ലെങ്കിൽ രാജേട്ടനാണ്, തൊപ്പിയിടാതെ രാജേട്ടൻ, തൊപ്പിയിട്ട് രാജൻ കാക്ക. അപ്പം ഇങ്ങനെയൊക്കെയുള്ള നല്ല നല്ല ഓർമ്മകൾ അത് വീണ്ടും വീണ്ടും നമുക്കിങ്ങനെ റീകലക്ട് ചെയ്യാൻ കഴിയുന്നു. അത് വീണ്ടും നമുക്ക് ഓർമ്മിച്ചെടുക്കുവാൻ കഴിയുന്നു ഇങ്ങനെയുള്ള കൂട്ടായ്മകളിലൂടെ. വലിയ സന്തോഷമുണ്ട്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് മറ്റൊരു ദിവസം ഇതുപോലെ ഇരിക്കാം. ഇതിനിടയ്ക്ക് ഞാൻ ദുബായിൽ പോയിരുന്നു. ദുബായിൽ നമ്മുടെ അലുമിനിയൻ്റെ ചെറിയൊരു പരിപാടി അവിടെ ഉണ്ടായിരുന്നു. അവിടെ ദുബായിൽ അന്ന് ലഭ്യമായിട്ടുള്ള നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ ഒപ്പം പഠിച്ചിട്ടുള്ളവരൊക്കെ അതിൽ പങ്കെടുത്തു. ഇതിൻ്റെ ഒരു പ്രചാരണം എന്നുള്ള നിലക്കാണെന്ന് ദുബായിൽ നടത്തിയിരുന്നത്. അവിടെയുള്ളവരൊക്കെ വലിയ സന്തോഷത്തോടെയാണ് അതിൽ പങ്കെടുത്തത്. ഇതിപ്പോൾ അതിൽപ്പെട്ട പലരുടെയും കുടുംബങ്ങൾ ഇപ്പോൾ ഇവിടെ ഉണ്ടാവും. ഏതായാലും ഇനിയും നമുക്ക് ഇൻഷാ അല്ലാഹ് കൂടിയിരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ വിധത്തിലുള്ള ആശംസകളും വിജയങ്ങളും നേർന്നുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചിരിച്ച് നിർവഹിക്കുന്നു. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.